അബു ഹനീഫ ഇമാമിനെ ഒരു പറ്റം നിരീശ്വരവാദികൾ ഒരു സംവാദത്തിന് ക്ഷണിച്ചു. നിശ്ചയിച്ചുറച്ച ദിവസം ഏറെ വൈകിയിട്ടും ഇമാം സദസ്സിലേക്ക് എത്തിയിട്ടില്ല. നിരീശ്വരവാദികളോട് സംവദിക്കാൻ അബു ഹനീഫ ഇമാമിന് ഭയമാണെന്നുവരെ മുറുമുറുപ്പുണ്ടായി. അല്പസമയത്തിന് ശേഷം സദസ്സിലുള്ളവർ കാണുന്നത് ഓടിക്കിതച്ചുകൊണ്ട് കയറി വരുന്ന ഇമാമിനെയാണ്. അപ്പോൾ മറുപക്ഷത്തുള്ളവർ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഇമാം ഇങ്ങനെ മറുപടി പറഞ്ഞു തുടങ്ങി, ഞാൻ ഈ സദസ്സിലേക്ക് വരുന്ന വഴിയിൽ ഒരു പുഴയുണ്ട്. എനിക്കത് മുറിച്ച് കടന്നുകൊണ്ട് വേണം ഇവിടെ എത്താൻ. ഞാൻ അവിടെ എത്തിയ സാഹചര്യത്തിൽ ഒരു തോണിയോ ഒരു കടത്തുകാരനോ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പുഴവക്കത്തിങ്ങനെ അല്പസമയം ഇരുന്നു. അപ്പോൾ ഒരു മരം പുഴയിലേക്ക് വീഴുകയും അത് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഓളത്തിൽ തട്ടി അതൊരു തോണിയായി രൂപാന്തരപ്പെടുകയും ഉണ്ടായി. അങ്ങനെ ആ വഞ്ചിയിൽ കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് എന്ന് ഇമാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിരീശ്വരവാദികൾ, ഈ വിഡ്ഢിയോടാണോ ഞങ്ങൾ സംവദിക്കാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബു ഹനീഫ ഇമാം പറയുന്ന ഒരു മറുപടിയുണ്ട്, ഒരു ചെറിയ തോണി പോലും സ്വയം ഉണ്ടായി എന്ന് പറയുന്ന എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വിഡ്ഢിത്തമായി തോന്നുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും ഒരു ആസൂത്രികനും ഒരു നിർമ്മാതാവുമില്ലാതെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളെത്ര ബുദ്ധിശൂന്യരാണ്.